We are joined by three gentlemen who are quite esteemed in terms of not just in Kasaragod but in football as well. We have Mr. Nawaz, Mr. Shoaib, they are brothers, and we also have Shakil Abdullah, who's a known face in the industry in the currently. We'll get into talking about football in Kasaragod. Why is a bit of history about Kasaragod and why football is so crazy. മലയാളത്തിൽ സംസാരിക്കാം ബിന്ദാസായിട്ട് ഒരു പ്രശ്നമില്ല എക്സ്പ്രസ് യുവർ സെൽഫ് ആസ് മച്ച് ആസ് ഓൾ ക്യാൻ ആൻഡ് ടേക്ക് ദി ഓണേഴ്സ് വൈ ഇസ് കാസർഗോഡ് സച്ച് എ ഫുട്ബോൾ ക്രേസി പ്ലേസ് മലബാർ ടോട്ടലി ഫുട്ബോൾ ക്രേസാണ് പഴയകാലം മുതലേ കാസർഗോഡ് പാർട്ട് ഓഫ് കണ്ണൂറായിരുന്നു ഇപ്പോൾ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് ആയത് 83 ആ സമയം വരെ കണ്ണൂരിൻ്റെ പാട്ടായിരുന്നു. അപ്പോൾ കണ്ണൂരും പണ്ടത്തെ കാലം മുതലേ ഫുട്ബോളിൽ പിന്നെ കെൽട്രോണൊക്കെ ടീമുള്ള ഒരു അപ്പോൾ ഫുട്ബോൾ ഇവിടുത്തെ കൾച്ചറിൽ മുമ്പേ ഉണ്ട്. അത് അങ്ങനെയായിരിക്കും ഇവിടെയും ഫുട്ബോളിൻ്റെ ക്രേസ് വന്നിട്ടുണ്ടാകും. നമ്മൾ സൗത്ത് കാനറേൻ്റെ പാട്ടാണെങ്കിലും മാംഗ്ലൂർ സൈഡ് ഫുട്ബോൾ അത്രയില്ല. നമ്മൾ കുറച്ചുകൂടി കേരളത്തിൻ്റെ ആ ഫുട്ബോൾ കൾച്ചറിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. കൂടുതൽ ഷുഹൈബ് കൂടുതൽ പറയാം, കാരണം യൂണിവേഴ്സിറ്റി ക്യാപ്റ്റനായിരുന്നു മാംഗ്ലൂർ യൂണിവേഴ്സിറ്റി, കുറേ ഫുട്ബോൾ കളിച്ച ആളാണ്. ഷക്കിൽ പറഞ്ഞ പോലെ മലബാറിൻ്റെ വടക്കേ അറ്റമാണ് ഈ കാസർഗോഡ് ജില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളിപ്പോൾ തെക്കേ മംഗലാപുരത്തോട് ചേർന്ന് കിടക്കുകയാണെങ്കിലും മംഗലാപുരത്തും ഫുട്ബോൾ ക്രേസ് ഒരുവിധമുണ്ട്. ഞാൻ 89, 90, 91 ആ 3 ഇയേഴ്സാണ് യൂണിവേഴ്സിറ്റിക്ക് കളിച്ചത്, മാംഗ്ലൂർ യൂണിവേഴ്സിറ്റി. അപ്പോൾ അവിടെയൊക്കെ നല്ല ടീമായിരുന്നു. അതിൽ സ്പെഷ്യലി കേരള പ്ലെയേഴ്സായിരുന്നു കൂടുതലും അന്ന് യൂണിവേഴ്സിറ്റി പ്ലെയർ, കാരണം ഇവിടുന്ന് പഠിക്കാനായിട്ട് മംഗലാപുരത്ത് പോകുന്നവരൊക്കെയാണല്ലോ അവിടെ ഉണ്ടാവാറ്. അപ്പോൾ കേരള പ്ലെയേഴ്സാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെയായിരുന്നു ഇവിടുത്തെ സ്റ്റൈൽ. എങ്ങനെയാണ് ജേർണി ഇൻ ടു ഫുട്ബോൾ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഐ നോ ഒരു റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ഐ ഷുഡ് ബി നോ, ഐ മീൻ ഇറ്റ്സ് എ സെൽഫ് ആൻസേർഡ് ക്വസ്റ്റ്യൻ. എന്നാലും വാട്ട് വാസ് ഇറ്റ്, ഫാമിലി ഇൻ ടു ഫുട്ബോൾ ആയിരുന്നോ, എങ്ങനെ ആ ഫുട്ബോളിനോട് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു? ഫുട്ബോൾ നമ്മുടെ ഈ മൊഗ്രാൽ എന്ന നാടിന് ഒരു ഫുട്ബോളിൻ്റെ ഒരു ഈറ്റില്യം എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും കൂടുതൽ ഫുട്ബോളിനെ പ്രേമിക്കുന്ന ആൾക്കാരാണ് മൊഗ്രാലിലുള്ളത്. അപ്പോൾ എൻ്റെ ഫാദറും ഒരുപാട് ഫുട്ബോളിൻ്റെ ബാക്കിലായിരുന്നു. പിന്നെ ആ രീതിയിൽ എല്ലാവരും ഇങ്ങനെ ഫുട്ബോളിലേക്ക് എത്തി. ഇവിടെ മറ്റ് സ്പോർട്സിനെ ആക്ടിവിറ്റീസിനേക്കാളും കൂടുതൽ ഈ നാട്ടിൽ ഫുട്ബോളാണ്. ചെറിയ കുട്ടികളൊക്കെ ചെറിയ പന്ത് ഇങ്ങനെ തട്ടി കളിക്കുന്നുണ്ട്. അവൻ ഫുട്ബോൾ മാച്ച് മുഗ്രാൽ ഗ്രൗണ്ടിൽ കളിക്കുമ്പോഴും സൈഡിൽ കുട്ടികളൊക്കെ കളിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കളിക്കും, നാളെ അവർ കളിക്കും ഗ്രൗണ്ടിൽ. ആ രീതിയിലാണ് ഒരു ഹെറിഡിറ്ററി സ്റ്റൈലിലാണ് ഫുട്ബോൾ ഇവിടെ പോകുന്നുള്ളത്. ആ രീതിയിലാണ്. വേറെ ഇപ്പം എന്താ പറയുക, സർ ഹാസ് പ്ലേഡ് ഫോർ സന്തോഷ് ട്രോഫി ക്ലബ്സ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? മാംഗ്ലൂർ യൂണിവേഴ്സിറ്റി കളിക്കുമ്പം അത് ഓർത്ത് you had it in mind that you want to play football at the highest level? ബിക്കോസ് ഞാനിവിടെ മൊഗ്രാലിൽ കളിക്കുന്ന സമയത്ത് തന്നെ മൊഗ്രാ സ്പോർട്സ് ക്ലബ്ബിലായിരുന്നു ഞാൻ കളിച്ചത് ആദ്യം. അത് കഴിഞ്ഞിട്ട് ഇവിടെ കാസർഗോഡ് ഡിസ്ട്രിക്ട് ഫുട്ബോൾ ജൂനിയറിലും സബ് ജൂനിയറിലൊക്കെ കളിച്ചു. അതിനുശേഷമാണ് ഞാൻ അവിടെ കർണാടകയിൽ പോയത്. തീർച്ചയായിട്ടും മൊഗ്രാലിലുള്ള ഫുട്ബോൾ കളിയാണ് എന്നെ മംഗലാപുരം യൂണിവേഴ്സിറ്റി പ്ലെയറിലേക്ക് എത്തിച്ചത് എന്ന അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. സന്തോഷ് ട്രോഫി ഡേയ്സിനെ കുറിച്ച് എന്തെങ്കിലും പറയാം? മാംഗ്ലൂർ യൂണിവേഴ്സിറ്റി വളരെ സന്തോഷകരമായിരുന്നു ആ സമയത്തൊക്കെ. അല്ല, സന്തോഷ് ട്രോഫിയും കളിച്ചു? ഇല്ല, മാംഗ്ലൂർ യൂണിവേഴ്സിറ്റി കളിച്ചു. ആ സമയത്തായിരുന്നു 3 വർഷം കളിച്ച്. ലാസ്റ്റ് ഇയർ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു. എന്തെങ്കിലും സ്റ്റോറി ഷെയർ ചെയ്യണോ? ഏതെങ്കിലും ഇൻട്രാക്ഷൻ വിത്ത് ഫെലോ പ്ലെയേഴ്സ്, കോച്ച് എന്തെങ്കിലും പറഞ്ഞോ, എന്തെങ്കിലും ഓർത്തിട്ട്? ഇല്ല, എല്ലാം വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ആ സമയത്തൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ആൾക്കാരൊക്കെ. സർ, നവാസ് സാറിൻ്റെ ഇൻട്രൊഡക്ഷൻ, ഐ മീൻ ബ്രദർ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഫാദറും ഫുട്ബോളിലായിരുന്നു. പക്ഷേ അതെ, ഞങ്ങൾ മൊഗ്രാലിൽ ഏകദേശം എല്ലാവരും ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരാണ്. ഗെയിം എന്ന് പറയുമ്പോൾ തന്നെ ഫുട്ബോളാണ് മൊഗ്രാലിൽ, വേറെ ഒന്ന് ചിന്തിക്കാനില്ല. കാരണം ഈവനിങ്ങിൽ എല്ലാ ദിവസവും പ്രാക്ടീസ് ഉണ്ടാവും ഗ്രൗണ്ടിൽ. ആ നിലക്ക് എല്ലാവരും ഫുട്ബോളിലേക്ക് വന്നെത്തും. എങ്ങനെ ഇവിടെ തന്നെ മൊഗ്രാലിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ ഏകദേശം ഒരു 10-20 ഗ്രൗണ്ട് കാണും, ജൂനിയേഴ്സ്, സബ് ജൂനിയേഴ്സ്, ചെറിയ കുട്ടികളടക്കം ഈ പന്ത് കളിച്ച് അത് ചെറുപ്പത്തിൽ തന്നെ കളിച്ച് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ബ്ലഡിലും ആ ഒരു ഇതുണ്ട്, ആ ഒരു ജീനുണ്ട്. അങ്ങനെയാണ് മൊഗ്രാലിൻ്റെ കഥ. ഈ സെവൻസ് ഫുട്ബോളിൻ്റെ ഭ്രാന്ത് എങ്ങനെയാണ് വന്നത്?
മുഗ്രാലല്ലേ കാസർഗോഡിലേത്? സെവൻസ് ഫുട്ബോൾ എന്ന് വെച്ചാൽ ഒരുപാട് ചെറിയ ഗ്രൗണ്ടുകളുണ്ട്, സെവൻസ് ഗ്രൗണ്ട്. അപ്പോൾ അവിടെയൊക്കെ സെവൻസ് ടൂർണമെൻ്റ് ആയിരുന്നു എപ്പോഴും നടക്കാറ്. സെവൻസിന് ഇപ്പോൾ കാസർഗോഡ് തന്നെ, കാസർഗോഡ് മുഗ്രാൽ, ബേക്കൽ, പള്ളിക്കര എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് സെവൻസ് ഫുട്ബോൾ ടൂർണമെൻ്റ് ഫെഡറേറ്റിൽ ഈവനിങ്ങിൽ. അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ടീമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മുഗ്രാലിൽ. മുഗ്രാലിൻ്റെ കളിയുള്ള ദിവസം ക്രൗഡും ഹൈ ലെവൽ ക്രൗഡായിരിക്കും. പിന്നെ അതൊരു തടി വിട്ടിട്ടുള്ളൊരു കളി, മേനി വിട്ടിട്ടുള്ളൊരു കളിയാണ്. ഒരു ഹരം ആ കളിയിലും പ്രത്യേകിച്ചിട്ട് ക്രൗഡൊക്കെ ഭയങ്കര ആയിട്ട് എൻകറേജ് ചെയ്യുന്ന ഒരു ക്രൗഡും വല്ലാത്തൊരു ഫീലാണ്. ഇപ്പോൾ സാറും ഫാദറിനെ പറ്റി പറഞ്ഞു ഫുട്ബോളാണ്. ഇഫ് യു ക്യാൻ ഷെയർ സംതിങ് അബൌട്ട് യുവർ ഫാദർ. ഫാദറും കളിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഫാദർ കളിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. പിന്നെ മുഗ്രാലിലാകുമ്പോൾ പിന്നെ ആ ഒരു ലെവലിലാണ് എല്ലാവരും. അറ്റ്ലീസ്റ്റ് കളിക്കാത്തവർ അറ്റ്ലീസ്റ്റ് കളി കാണാനെങ്കിലും ഉണ്ടാവും. അങ്ങനെയുള്ളൊരു ഇതാണ് ഭ്രാന്താണ് മുഗ്രാലിൽ ഫുട്ബോളിന് ഒരു പ്രത്യേക. പിന്നെ കളിച്ച് ആ സമയത്തൊക്കെ അല്ലാതെ ഏറ്റവും കൂടുതൽ ഇഞ്ചുറി ആയ ഒരു പ്ലെയറാണ് ഞാൻ കളിച്ചിട്ട്. കാലും പല്ലും തലയും അല്ല നിർത്തിയതല്ല, പാട്ട് സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തല്ല. ഫാദറിനെ പറ്റി എന്തെങ്കിലും സ്റ്റോറീസ് ദാറ്റ് യു ലൈക്ക് ടു ഷെയർ? എന്താണ് ഫാദർ എന്തായിരുന്നു പറയാറുള്ളത്? എങ്ങനെയായിരുന്നു മോട്ടിവേഷൻ? ഫാദർ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു ഫുട്ബോളിന്. എനിക്ക് ഫാദറിനും ഫുട്ബോൾ ഒരു ഭ്രാന്തായിരുന്നു ഫുട്ബോളിൻ്റെ. അതുപോലെ മാപ്പിളപ്പാട്ടും അതേപോലെ മുപ്പർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഒരു കമ്മ്യൂണൽ ഹാർമണി ആ രീതിയിലുള്ള ഒരു ആളായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉപ്പ പണ്ട് കാലത്തൊരു ബസ് സർവീസ് ഉണ്ടായിരുന്നു അവർക്ക്. ആ ബസ്സിൻ്റെ പേര് തന്നെ HI മോട്ടോഴ്സ്. HI മോട്ടോഴ്സ് ഇൻ ദ സെൻസ് ഹിന്ദു ഇസ്ലാം മോട്ടോഴ്സ്, ദാറ്റ് ടൈപ്പ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നിന്നും എക്സ്ട്രീം വളരെ നല്ല സമയമായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ ഈ സപ്പോർട്ട് എവറിത്തിങ്. ദാറ്റ്സ് റൈറ്റ്. ഷക്കീൽ ഫാമിലിയും ഫുട്ബോൾ ക്രേസ് ആയിരുന്നു? അങ്ങനെ പറയാൻ പറ്റില്ല. മുഗ്രാലിൽ എല്ലാവരും ഫുട്ബോളായിട്ടൊരു ബന്ധമുണ്ട്. പിന്നെ ഫാദറൊന്നും കളിച്ചിട്ടൊന്നുമില്ല. അപ്പം ഫാദർ ഫുട്ബോൾ ഇഷ്ടമാണ്, കളി ഇഷ്ടമാണ്, സ്പോർട്സ് ഇഷ്ടമാണ്. അല്ലാത്ത നമ്മൾ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ഫുട്ബോളിലേക്ക് വന്നല്ല. എൻ്റെ ടോട്ടലി ഡിഫറെൻ്റാണ്. എനിക്ക് ഗെയിം ഇഷ്ടമായിരുന്നു. മോർ ദാൻ എ പ്ലെയർ ഐ ആം എ ഫുട്ബോൾ ഫോളോവർ. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഫുട്ബോളിലേക്ക് വന്നതാണ്. കേരള ഫുട്ബോളിൻ ജനറലിനെ പറ്റി പറയാൻ സംസാരിക്കാം. ഇപ്പം ആ ഒരു പീരീഡ് ഉണ്ടായിരുന്നു, വിജയൻസ്, ജോപ്പോൾ അടിശ്ശേരി, ഷറഫ് അലി, കുറേ പീരീഡ് ഉണ്ടായിരുന്നു where we had more than 5 to 6 players playing for the national team അല്ലെങ്കിൽ ക്ലബ്സിൽ. പക്ഷേ ഒരു ഗ്യാപ്പ് വന്നു. ഒരു ടൈമിൽ ഒരു 8 പേര് നാഷണൽ ടീമിൽ ഉണ്ടായിരുന്നു മലയാളി. ഷറഫ് അലി, സത്യൻ, ആ സമയത്ത്. പിന്നെ ഒരു ലോങ് ഗ്യാപ്പ് വന്ന് പിന്നെ അവസാനം ജോപ്പോൾ വിജയനായി. പിന്നെ ജോപ്പോൾ പോയതിന് ശേഷം അജയൻ വന്നു. പിന്നെ അജയനും പ്രദീപ് ഉണ്ടായിരുന്നു. പിന്നെ പ്രദീപ്, റാഫി. പിന്നെ അവിടുന്ന് പിന്നെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിന് ശേഷം പിന്നെ വരുന്നത് അനസ്, ആഷിഖ്, പിന്നെ സഹലി, ജോബി, ഇപ്പോൾ ലാസ്റ്റ് വന്ന്. അതന്നെ ഒരു 90s ബിറ്റ്വീൻ 19 ആൻഡ് 2000 ഏറ്റവും നല്ല സമയം കേരള ഫുട്ബോളിൻ്റെ. ഏറ്റവും നല്ല പ്ലെയേഴ്സ് വന്ന ആ സമയമെന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ ഫുട്ബോൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അതായിരിക്കും. സത്യന്, IM വിജയന്, KT ചാക്കോ, പാപ്പച്ചൻ, പിന്നെ നജീബ്, ഷറഫ് അലി, ഇങ്ങനെ ഒരു ഏറെ ഉണ്ടായിരുന്നു. Why do you think ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു? ആൻഡ് കേരള വാസ് നോൺ ഫോർ ഫുട്ബോൾ. സഡൻലി there was another sport creeping in. ഇപ്പോൾ ഒരു 50-50 അല്ലെങ്കിൽ 40-60 ഒരു റേഷ്യോയിലാണ് ക്രിക്കറ്റും വേറെ സ്പോർട്സ് തമ്മിലും. എന്തായിരുന്നു? പിന്നെ കുറേ ക്ലബ്സ് ഉണ്ടായിരുന്നു, ഭയങ്കര ഫേമസ് ആയിരുന്നു, പക്ഷെ എല്ലാം ഷട്ട് ഡൗൺ ആയി. ആ ഒരു why do you think what according to you is would have been the reason? അല്ലെ എന്തായിരുന്നു കാരണം? എനിക്കൊന്ന് ഈ നമ്മുടെ കേരളത്തിലിവിടെ ഫുട്ബോൾ അക്കാദമി കുറച്ചും കൂടി വരണമായിരുന്നു. ആ രീതിയിലൊന്ന് ക്രിക്കറ്റൊക്കെ വളരാനുള്ള കാരണം തീർച്ചയായിട്ടും ക്രിക്കറ്റ് അക്കാദമി അതുപോലുള്ള ഇതാണല്ലോ. അതുപോലെ തന്നെ ഓരോ ജില്ലയിലും ഇങ്ങനെ ഒരു ഫുട്ബോൾ അക്കാദമിയൊക്കെ വന്നിട്ട് വളർന്നു വരുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഫുട്ബോൾ പഴയ പ്രതാപത്തിലേക്ക് തന്നെ തിരിച്ചു വരും എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇപ്പോൾ കറണ്ട് പിന്നെയും വി ഹാവ് സം ഗുഡ് ക്രോപ്പ് ഓഫ് പ്ലേയേഴ്സ് കേരളത്തിൽ. ആ ഒരു റൈസ് ഓഫ് പ്ലേയേഴ്സ് ഫ്രം കേരള എങ്ങനെ തോന്നുന്നു? മീൻസ് വിത്ത് സഹാൽ ആൻഡ് ഓൾ ദി അതേഴ്സ് ഹു ആർ പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് മോസ്റ്റ് ഓഫ് ദം ഹാവ് പ്ലേഡ് ഫോർ നാഷണൽ ടീം. ഇപ്പോഴും നല്ല ഇപ്പം സാലിനെ പോലുള്ള നല്ല കളിക്കാർ വരുന്നുള്ള ഒരു നല്ല സമയമാണ് ഇപ്പോൾ ഫുട്ബോളിന്. ഇപ്പം ആ ഒരു ബ്രേക്കിന് ശേഷം രണ്ടാമത് പിന്നെ നല്ല ക്ലബ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ISL-ലൊക്കെ ഉള്ള ആ രീതിയിൽ നല്ല ഹോപ്പാണ് ഇനി അങ്ങോട്ട് ഫുട്ബോളിന്. ജൂനിയേഴ്സിന് നല്ല സമയമാണ് ഫുട്ബോളിലേക്ക് വരാൻ പറ്റുക. കാരണം ഫുട്ബോളിലൊരു ഭാവിയുണ്ട് ഇപ്പോഴത്തെ ഈ കറണ്ട് സിറ്റുവേഷനിൽ ഫീൽ ചെയ്യുന്നത്. കൺക്ലൂഡ്, എന്താണ് ഒരു പുതിയ ആളല്ലേ, somebody who's not known to Kasaragod or Mogral in specific, what would you want to tell them about the football scene, or എന്തെങ്കിലും മെസ്സേജ് പറയണമെങ്കിൽ would ask them, tell them something? ഫുട്ബോൾ ഇപ്പം കാസർഗോഡ് ഇപ്പം മൊഗ്രാലിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡിലാണെങ്കിലും ഫുട്ബോൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു നല്ലൊരു അക്കാഡമി വരികയാണെങ്കിൽ കാസർഗോഡ് അതൊരു വലിയ ഏറ്റവും നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും. ജൂനിയേഴ്സിന് ഇപ്പോൾ ഒരുപാട് നല്ല ജൂനിയർ പ്ലേയേഴ്സ് ഇപ്പം കാസർഗോഡ് മൊഗ്രാലിൽ ഈ ഏരിയയിലുണ്ട്. പക്ഷേ അവർക്ക് വേണ്ട രീതിയിലുള്ള കോച്ചിങ് കിട്ടാത്തതൊരു വലിയ ഇതാണ്. അപ്പോൾ ആ രീതിയിൽ അവർക്കൊരു കോച്ചിങ്ങിനുള്ള ഒരു കറണ്ട് സിറ്റുവേഷൻ അല്ല ഇവിടെ നാട്ടിൽ. കിട്ടുകയാണെങ്കിൽ ഒരുപാട് ഫുട്ബോൾ പ്ലെയേഴ്സിനെ വളർത്തിയെടുത്ത് മൊഗ്രാലിൽ തന്നെ ഒരുപാട് ഫുട്ബോൾ പ്ലെയേഴ്സിനെ വളർത്തുന്നത് നല്ലൊരു ക്യാമ്പോ കാര്യങ്ങളോ സംഘടിപ്പിച്ചുകൊണ്ട്. പക്ഷേ അതിനാരും മുന്നിട്ട് ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമമുള്ളൊരു സംഭവം. അതിന് പറ്റിയ സ്പോൺസേഴ്സും ആരുമായിട്ട് അങ്ങനെ മുമ്പോട്ട് വരുന്നില്ല. കാരണം നല്ല ഒരു ടീമിനെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എസ്പെഷ്യലി ഈ മലബാർ ഏരിയയിൽ, മൊഗ്രാൽ കാസർഗോഡ് ഏരിയയിൽ നന്നായിട്ട് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചെറിയ ചെറിയ ഒരുപാട് ടൂർണമെൻറ്റുകളും ഒരുപാട് കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ ആ ഒരു ഹ്യൂജ് ടൈപ്പിലുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ക്യാമ്പോ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ അക്കാഡമി അങ്ങനെ വരാത്തതാണ് ഏറ്റവും വലിയ ഒരു നഷ്ടം സത്യത്തിൽ. സാർ യൂണിവേഴ്സിറ്റിയിലൊക്കെ കളിച്ചിട്ടുണ്ട്. അങ്ങനെയായിരുന്നു ഒരു ഗെയിം ടൈമിൽ ഹയസ്റ്റ് ലെവലിൽ കളിക്കാൻ പറ്റിയത്. സോ എന്തായിരിക്കും, വാട്ട് യു തിങ്ക്, എഡ്യൂക്കേഷനിൽ സ്പോർട്സ് ഒരു മസ്റ്റായിട്ട് വേണ്ടിയല്ലേ എന്ന് വെച്ചാൽ എല്ലാ കോളേജിലും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ലെവലിലും? തീർച്ചയായിട്ടും എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ഉയരാൻ കഴിയൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഹയർ എഡ്യൂക്കേഷന് പോയിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി പ്ലെയർ ആവാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കുള്ളൊരു മിസ്സിങ് അതാണ്. അവരിങ്ങനെ കളിച്ച് മാത്രം നടന്നാൽ ഒരിക്കലും ഉയരങ്ങൾ കീഴടക്കാൻ പറ്റില്ലല്ലോ. കളിയോടൊപ്പം എഡ്യൂക്കേഷനും വേണം, എന്നാലേ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. Someone who's part of the industry, who got himself into that's what we are lacking, sponsor. See, we have a 100-year-old club here in Mogral. അപ്പോൾ നമുക്കൊരു 100 ഇയേഴ്സിൻ്റെ ലെഗസി ഉണ്ട്. ലൈക്ക് മോഹൻ ബഗാൻ, ദേ ആർ പ്രൊഫഷണൽ. നമുക്കിവിടെ ഒരു പ്രൊഫഷണൽ സെറ്റപ്പ് ഇല്ലാത്തതിൻ്റെയാണ്. നമുക്ക് 100 ഇയേഴ്സിൻ്റെ ഹിസ്റ്ററി ഉണ്ട് ഫുട്ബോൾ നമ്മൾ ഈ ചെറിയ വില്ലേജിന്. പക്ഷെ നമുക്ക് ഫണ്ട്സ് ഇല്ല. ഇതിനൊരു നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് സെമി പ്രൊഫഷണൽ, എന്നിട്ടാണ് പ്രൊഫഷണലാവേണ്ടത്. സെമി പ്രൊഫഷണലിലേക്ക് പോകാനുള്ള ഫണ്ട്സ് ഇല്ല, ഇപ്പോൾ സ്പോൺസേഴ്സ് ഇല്ല. അതാണ് നമുക്ക് ഏറ്റവും വലിയ തടസ്സം. അങ്ങനെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഇവിടുത്തെ പ്ലെയേഴ്സിന് പോകാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നല്ല ടാലൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാം, ട്രയൽസ് കൊടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് ചെയ്യാൻ പറ്റും. ഈ ഗെയിം ഇങ്ങനെ നിലനിൽക്കണം, അല്ലെങ്കിൽ ഈ പിന്നെ മലബാർ റീജിയണിന് കുറേ പ്ലെയേഴ്സ് ഇനിയും വരണമെങ്കിൽ someone need to helping hand for these players. I hope that brings to the end, and I hope our message probably this video shared by many will be watched by many hopefully. So we may see in we can definitely see an academy coming up and some more kids coming from Mogral. Mogral and Kasaragod. Thank you so much. Thank you.